ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് വളരെ സിമ്പിളായും വളരെ ടേസ്റ്റിയായും തയ്യാറാക്കാൻ പറ്റിയ ഒരു അടിപൊളി ചിക്കൻ ഫ്രൈയുടെ റെസിപ്പി നോക്കിയാലോ. പുറം ഭാഗം നല്ല ക്രിസ്പിയും ഉൾഭാഗം നല്ല ജ്യൂസിയുമായിട്ടുള്ള നല്ല ഫ്ലേവറോട് കൂടിയ ചിക്കൻ ഫ്രൈ എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഫുഡി വേവ് കിച്ചണിലേക്ക് സ്വാഗതം. ചിക്കൻ ഫ്രൈ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് 300 ഗ്രാം ചിക്കൻ നന്നായി കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള മസാലകൾ ചേർത്ത് കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ അളവിൽ മുളക് പൊടി ചേർക്കാം. 1 ടീസ്പൂൺ അളവിൽ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 1 ടീസ്പൂൺ അളവിൽ ഗരം മസാലയും 1/2 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. ഗരം മസാലയ്ക്ക് പകരം ചിക്കൻ മസാല ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്താലും മതി കേട്ടോ. 1 ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടിയും 1 ടീസ്പൂൺ അളവിൽ പെരുംജീരകവും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് വേണ്ടത് 2 ടേബിൾ സ്പൂൺ അളവിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആണ്. അപ്പോൾ അതും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി ഞാൻ ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ അളവിൽ വിനാഗിരി ചേർത്ത് കൊടുക്കുകയാണ്. ഇത്രയും ചേർത്ത ശേഷം കൈ വെച്ച് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. പിന്നെ വിനാഗിരിക്ക് പകരം ചെറുനാരങ്ങ നീര് ചേർത്ത് കൊടുത്താലും മതി കേട്ടോ. ഈ മസാലകളെല്ലാം ചിക്കൻ്റെ എല്ലാ പീസിലും പിടിക്കുന്ന വിധത്തിൽ ഇതുപോലെ നന്നായി ഇളക്കി മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. ഇനി ഇതൊന്ന് 5 മണിക്കൂർ നേരം റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം. റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കുമ്പോഴേ ഫ്രിഡ്ജിൽ വെക്കുന്നതാട്ടാ നല്ലത്. ഇനിയിപ്പോൾ 5 മണിക്കൂറിൽ കൂടുതലായാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. കൂടുതൽ സമയം മാഗ്നേറ്റ് ചെയ്ത് വെക്കുന്ന ചിക്കനാണ് ടേസ്റ്റ് കൂടുതൽ. ഇപ്പോൾ ഏകദേശം 5 മണിക്കൂറൊക്കെ ആയിട്ടുണ്ട്. ഇനി ഇത് ഫ്രൈ ചെയ്യുന്നതിന് മുമ്പായി ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ അളവിൽ കോൺഫ്ലോർ ചേർത്ത് കൊടുക്കാം കേട്ടോ. ശേഷം കൈ വെച്ച് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. ഇനി നമുക്ക് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അതിനായി ഒരു കടായി അടുപ്പത്ത് വെച്ച് അതിലേക്ക് ഫ്രൈ ചെയ്യാൻ ആവശ്യമായ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ നന്നായി ചൂടായി വരുമ്പോൾ ഇതിലേക്ക് ചിക്കൻ പീസുകൾ ഓരോന്നോരോന്നായി ചേർത്ത് കൊടുക്കാം കേട്ടോ. മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. പിന്നെ ചിക്കൻ ഇട്ട് കഴിഞ്ഞ ഉടനെ തന്നെ ഇളക്കരുത് കേട്ടോ. അങ്ങനെ ഇളക്കിയിട്ടുണ്ടെങ്കിൽ ചിക്കനിൽ തേച്ച് പിടിപ്പിച്ചിരിക്കുന്ന മസാലകളെല്ലാം ഇളകി പോകും. ഇതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കാം. കറിവേപ്പില ചേർക്കുന്നത് നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് നല്ലതാട്ടാ. ചിക്കൻ്റെ ഒരു വശം വെന്ത് കഴിയുമ്പോൾ അടുത്ത സൈഡും കൂടെ മറിച്ചിട്ട് വേവിച്ചെടുക്കണം കേട്ടോ. ഇപ്പോൾ അതാ നമ്മുടെ ചിക്കനൊക്കെ നന്നായി വെന്ത് ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം. ബാക്കിയുള്ള ചിക്കനും ഇതുപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇത്രയും ആയിക്കഴിഞ്ഞാൽ നമ്മുടെ സൂപ്പർ ടേസ്റ്റി ക്രിസ്പി ചിക്കൻ ഫ്രൈ റെഡി ആയി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി അറിയിക്കണം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്.